സർക്കാരിന്റെ കടുംവെട്ടിൽ ചർച്ച തുടരുകയാണ്. പുതിയ അതിഥികൾ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, CPM നിന്നും VK സനോജ്, WCCയിൽ നിന്നും ഡോക്ടർ ആശ ആച്ചി ജോസഫ്, മുൻ DGP അഡ്വക്കേറ്റ് T അസഫ് അലി എന്നിവരാണ്. ആദ്യം ശ്രീ അസഫ് അലിയിലേക്ക്. ശ്രീ അസഫ് അലി, ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാം എന്ന് പറഞ്ഞ ഭാഗങ്ങൾ പൂഴ്ത്തി എന്ന വിവരങ്ങളാണല്ലോ പുറത്തു വന്നിരിക്കുന്നത്. 11 പാരഗ്രാഫുകൾ കൃത്യമായും അടർത്തി മാറ്റിയിരിക്കുന്നു. പുറത്തുവിടാൻ ആവശ്യപ്പെട്ട പാരഗ്രാഫുകൾ അടർത്തി മാറ്റിയിരിക്കുന്നു. അതിന് തൊട്ടു മുന്നിലെ പാരഗ്രാഫിൽ പറയുന്നത് സിനിമാ മേഖലയിലെ പീഡനങ്ങളെക്കുറിച്ചാണ്, അതിൽ പ്രമുഖർ ഉൾപ്പെട്ടതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ 11 ഭാഗങ്ങളിൽ അതിൻ്റെ തുടർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് പുറത്തുവിടാതെ യഥാർത്ഥത്തിൽ ഈ സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി പറയുന്ന പവർ ലോബിക്ക് സഹായകമാകുന്ന നടപടി സർക്കാർ ചെയ്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ലൈംഗിക കുറ്റം അന്വേഷിക്കുന്നതോടൊപ്പം ഈ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്ത് നശിപ്പിച്ചു എന്നത് ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഇതിലെ മുഖ്യ പ്രതികളെ സഹായിക്കാൻ വേണ്ടിയുള്ള വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് വേണം ഇതിനെ അനുമാനിക്കാൻ. കാരണം ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംഹിതയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്താണ്? 2 or more person agree to do an illegal act for legal means or a legal act by illegal means. 2 അതിലധികം ആളുകൾ ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി നിയമാനുസൃതമായ രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായ മാർഗങ്ങൾ നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടി ചെയ്യുന്നതാണ് ക്രിമിനൽ കോൺസ്പിറസി. രാജീവ് ഗാന്ധിയുടെ കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ഷെയറിംഗ് ഓഫ് തോട്ട്സ്, ആശയങ്ങൾ കൈമാറി ഈ പ്രവൃത്തി ചെയ്താൽ തന്നെ അത് ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഇവിടെ ഇത് ശരിക്ക് ഒരു വലിയ അന്വേഷണ സംഘം നടത്തേണ്ട ഒരു വിഷയമായി നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കണ്ടന്റ് വളരെ ഗുരുതരമായ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ആ കണ്ടന്റിലെ പ്രസക്തമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മെറ്റീരിയൽ എവിഡൻസ് ആണ്. അത് തെളിവ് നശിപ്പിക്കലാണ്. നമ്മളെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും പുതിയ ന്യായസംഹിത അനുസരിച്ചും തെളിവ് നശിപ്പിക്കൽ ഒരു ഗുരുതരമായ കുറ്റമാണ്. കാരണം നാളുകളിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ സർക്കാർ കഴിഞ്ഞ 4.5 വർഷം പെട്ടിയിൽ വെച്ച് പൂട്ടി ഇപ്പോൾ പുറത്തിറക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അത് ഇല്ലായ്മ ചെയ്യാൻ ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. എന്ത് തെളിവാണ്? വളരെ ഗുരുതരമായ ഒരു ലൈംഗിക കുറ്റം. നമ്മൾ ആദ്യം ലൈംഗിക കുറ്റം എന്ന് പറഞ്ഞാൽ വെറും റേപ്പ് മാത്രമല്ല ലൈംഗിക കുറ്റം. ഇന്ന് ബംഗാളി നടി പുറത്തുവിട്ടത് അവർ പരാതിക്കാരാവാൻ തയ്യാറായിട്ടാണ്. അവർ പറഞ്ഞിരിക്കുന്നതെല്ലാം ലൈംഗിക കുറ്റമാണ്. എന്താണ്? അനിഷ്ടമായ ലൈംഗിക ആവശ്യത്തിന് ചോദിക്കുന്നത് അതൊരു കുറ്റമാണ്. അൺവെൽക്കം സെക്ഷൽ ഫേവർ. അത് നമ്മുടെ പഴയ IPC, ഇത് പണ്ട് നടന്ന സംഭവമാണല്ലോ. പഴയ IPCയിലെ 354A പ്രകാരം 3 കൊല്ലം തടവ് നൽകുന്ന ഒരു കൊഗ്നിസിബിൾ ഒഫൻസാണ്. അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ത്യൻ സ്ത്രീത്വം എന്ന് പറയുന്നത് മഹത്തരമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യൻ സ്ത്രീത്വം. ആ സ്ത്രീത്വത്തിന് പരിരക്ഷ നൽകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയ നിയമത്തിൽ സമഗ്രമായ മാറ്റം വരുത്തി 2013 അന്നത്തെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS വർമ്മ ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡിൽ സമഗ്രമായ ഭേദഗതി ഉണ്ടാക്കിയത്. ആ ഭേദഗതിയുടെ ഫലമായിട്ടാണ് ഈ വകുപ്പുകളെല്ലാം സ്ത്രീ സുരക്ഷയാണ് അതിൻ്റെ ലക്ഷ്യം. ആ സ്ത്രീ സുരക്ഷയ്ക്ക് ആവശ്യമായ വകുപ്പുകൾ എഴുതി ചേർത്ത് നിയമം ശക്തമാക്കിയത്. ആ നിയമപ്രകാരം കുറ്റകരമായ ചില പ്രവൃത്തികൾ, വളരെ ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നു. വലിയവൻ ചെയ്താൽ അത് കുറ്റമാവില്ല, സാധാരണക്കാരനത് കുറ്റമാവും. നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണ്? ഒരു നിയമവാഴ്ചയുടെ നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോയുടെ നാടാണ്, നിയമവാഴ്ചയാണ്. അല്ലാതെ റൂൾ വിത്ത് ലോ അല്ല. ഞാൻ 2-3 ദിവസം പറഞ്ഞതാണ്. റൂൾ വിത്ത് നിയമം കൊണ്ട് ഭരിക്കുകയല്ല. ഇദി അമീൻ്റെ ഉഗാണ്ടയിൽ, ചൈനയിലെല്ലാം നിയമം കൊണ്ട് ഭരിക്കുകയാണ് ഭരണാധികാരികൾ.
ഇവിടെ ബി യു എവർ സോ ഹൈ, ലോ ഈസ് എബവ് യു. നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് മീതിയാണ്. ശ്രീ അസഫ് അലി, ഇപ്പോൾ ഈ പാരഗ്രാഫുകൾ 11 പാരഗ്രാഫുകൾ മനഃപൂർവ്വം അത് പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. അതായത് പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങളാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഗൗരവതരമാണ്? അതിൽ സർക്കാരിന്റെ ഉത്തരവാദിത്തം ചോദിക്കുമെന്ന ഘട്ടത്തിൽ സർക്കാർ കൈമലർത്തുകയാണ്. അത് ഉദ്യോഗസ്ഥന്റെ മേൽ ചാരുകയാണ്. SPIOക്കാണ് ഉത്തരവാദിത്തം എന്ന് പറയുന്നു. സർക്കാരിനല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം? നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ആരാണ്? പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും പറയട്ടെ, നമ്മൾക്ക് നിയന്ത്രണമില്ല. നമ്മുടെ രാജ്യം ഉദ്യോഗസ്ഥന്മാർ ഭരിക്കുന്ന രാജ്യമാണ്. പ്രസിഡന്റ് ഭരണമല്ല കേരളത്തിൽ. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഇത് നശിപ്പിച്ചത് തിരുവനന്തപുരത്ത് സെക്രട്ടറിയിൽ തീവെപ്പ് നടന്നപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുകൾക്ക് രാഷ്ട്രീയ നേതൃത്വം ഉത്തരവാദിയല്ലേ? ബഹുമാനപ്പെട്ട കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് കരുണാകരനാണോ കക്കയം ക്യാമ്പിൽ വെച്ച് REC വിദ്യാർത്ഥി രാജനെ ഉരുട്ടിക്കൊന്നത്? ആയിരുന്നില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അതിന്റെ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഗവൺമെന്റൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുത്തിട്ടാണ് രാജിവെച്ചത്. ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ എനിക്ക് ധാരാളം എൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വേറെ പ്രശ്നം. ഈ തെളിവുകളാണ് ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. തെളിവുകളാണ്. അപ്പൊ തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കുറ്റകരമായ ഒരു സംഭവമാണ്. അത് നടന്നിരിക്കുന്ന ആരുടെ ഒത്താശയോട് കൂടിയാണ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്തെ അതിശക്തരെന്ന് ഇവർ അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, വകുപ്പ് ചുമതലയിലുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം അറിയാതെ സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ ഇത്തരം പരമപ്രധാനമായ സ്ത്രീത്വത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ നശിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം. നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ മാഫിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. രണ്ടിലൊന്നാണ്. ഇതിന്റെ ഈ തെളിവ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്, ഇതിന് ഉത്തരവാദി രാഷ്ട്രീയ നേതൃത്വമാണ്. സർക്കാർ മാറി നിൽക്കുന്നു എന്ന പ്രതികരണമാണ് തുടക്കം മുതൽ വന്നിട്ടുള്ളത്. ശ്രീമതി ആശ ആച്ചി, ഇന്നിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന കടുംവെട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ്. 96-ാം പാരഗ്രാഫിൽ പറയുന്നു, മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിന് താഴേക്കുള്ള 11 പാരഗ്രാഫുകളാണ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങൾ, ആ ഭാഗങ്ങളാണ് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വാർത്ത. അപ്പുറത്ത് AMMA സംഘടന പറയുന്നു, പീഡനമോ ഇവിടെയോ ഒരിക്കലുമില്ല, ഒറ്റപ്പെട്ട വല്ല സംഭവങ്ങളും ഉണ്ടായിരിക്കാം, ഞങ്ങളോടെന്തുകൊണ്ട് പറഞ്ഞില്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പവർ ഗ്രൂപ്പ് എന്താണെന്ന് ജനറൽ സെക്രട്ടറിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നു പോലുമില്ല. ഹൈ പവർ കമ്മിറ്റി എന്നൊന്നും ഉണ്ടായിരുന്നു, ഇനി അതാണോ തെറ്റിദ്ധരിച്ചതെന്നാണ് അദ്ദേഹം നിഷ്കളങ്കമായി ചോദിക്കുന്നത്. ആശാച്ചി, സ്മൃതി, ഇതിൽ ഓരോ ദിവസവും നമ്മൾ കാണുന്നത് വളരെ, ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം ഈ അടുത്തിടെങ്ങും കണ്ടിട്ടില്ലാത്ത അത്രയും വിചിത്രമായ കാര്യങ്ങളാണ് അല്ലേ? അതെ. എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും സംശയമുണ്ടെന്ന്. ഇല്ല. കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഗവൺമെന്റ് ഇത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് WCC എന്നുള്ള രീതിയിൽ WCC വളരെ ചെറിയൊരു സംഘമായിട്ട് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ട് ഉള്ള കാര്യങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു അധികാര സ്ഥാനത്ത് എത്തിക്കും എന്നുള്ള ആവലോടുകൂടി ചെന്നപ്പോൾ കേട്ട ഒരു ഗവൺമെന്റിന്റെ CM ആണ് ശ്രീമാൻ പിണറായി വിജയൻ. അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് പിന്നീട് കാണുന്നത് മുഴുവൻ ഇതിൽ ഇങ്ങനെ എന്താ പറയണ, ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ടുണ്ടായി അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ഉഴലുന്ന ഒരു ഗവൺമെന്റിനെയാണ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ
ഖേദകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് നമ്മൾ വേറെ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ മുന്നിട്ട് നിന്ന ഈ പറയുന്ന നമ്മുടെ ഭരണഘടനയിൽ ഈക്വാലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആ ഈക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സ്ഥലത്ത് സ്ത്രീയുടെ ഏജൻസി, അതായത് ഇന്ന് ഇപ്പം നമ്മൾ അമ്മയിലെ AMMA സംഘടനയിലെ ആൾക്കാർ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഈ കാര്യത്തിൽ. ആരോ ഒരു റിപ്പോർട്ട് എഴുതി, ഏതോ ഒരു ഗവൺമെൻറ് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, അങ്ങനെയാണോ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് സിനിമ മേഖലയിൽ തന്നെ എന്ത് സ്ഥാനമാണുള്ളത് എന്ന് അവർക്ക് യാതൊരു ഐഡിയയുമില്ല. കാരണം സ്ത്രീകൾ അവിടെ പോയി അഭിനയിച്ചോ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ ചെയ്ത് തിരിച്ചു വരേണ്ടവരാണ് എന്നുള്ള ഒരു പൂർണ്ണമായ ബോധ്യത്തിലാണ്. അവരുടെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൽ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, ഞങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് ഇൻകൺവീനിയൻസ് ഇസ് ദിസ് എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. തന്നെയുമല്ല, ഒരു സ്ത്രീ പോലും അവിടെ ഒരു ഏജൻസി എടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഡെമോക്രസിയുടെ ബാലപാഠങ്ങൾ തന്നെ ഇവിടെ മിസ്സിങ് ആണ്. അതായത് തമ്മിൽ ചേർന്ന് നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും സ്പേസും ഓരോരുത്തരുടെയും ശബ്ദവും എംപതറ്റിക്കായിട്ട് കേൾക്കാൻ, കാണാൻ, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച്, WCCയെ സംബന്ധിച്ച് 7 വർഷമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രം ആൻ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ, ഈ സിനിമ മേഖലയെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കാൻ ഇവിടെ ആരാണുള്ളത്? ഇതാണ് ഏറ്റവും എന്നെ വിഷമിപ്പിക്കുന്ന. ആസ് എൻ അക്കാഡമിഷ്യൻ, സിനിമ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവപ്പെട്ട ഒരു റിപ്പോർട്ടിനെ ഏറ്റെടുക്കാൻ ആളില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി, എനിക്ക് ഇന്നലെയും ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഒന്ന് സമാധാനമായി വായിച്ച് മനസ്സിലാക്കി ഓരോരോ സംഘടനകൾ ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതല്ല, എപ്പോഴും ഡിഫെൻസീവിലാണ്. ഇത് ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതല്ല, ഇത് എങ്ങനെയോ വന്നുപോയി, ഇത് എങ്ങനെയോ ഒന്ന് മാറ്റിക്കളയുക, ഛായ് എന്നുള്ള ആ രീതിയിലുള്ള ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത്. തട്ടിമാറ്റുന്നു. അതെന്തിനാണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് പിന്നെ ഇന്ന് ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത്, ഞാൻ 40 വർഷമായി ഇവിടെ നിൽക്കുന്ന ആളാണെന്നാണ്. അങ്ങനെ 40 വർഷമായി നിൽക്കുന്ന ഒരാൾക്ക് ഈ റിപ്പോർട്ടൊന്നും ആവശ്യമില്ലല്ലോ ശ്രുതി. ഇത് കൃത്യമായിട്ട് പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് ആശാച്ചിക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ പ്രതികരണത്തിന്റെ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ സ്വഭാവം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സ്വഭാവം? അന്ന് എന്തൊരു ശൗര്യമായിരുന്നു, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നില്ലേ? അതിലെ വനിതാ പ്രവർത്തകർ പോലും പിറകിൽ നിന്ന് കൂക്കുന്നത് കാണാമായിരുന്നു. അത് പ്രതിക്ക് വേണ്ടി, വേട്ടക്കാരന് വേണ്ടിയായിരുന്നു ആ ഒരു ശക്തമായ നിലപാടും പ്രതികരണവും ഒക്കെ. ഇന്നിപ്പോൾ ശരീരഭാഷ മാറുന്നു, പ്രതികരണത്തിന്റെ രീതി മാറുന്നു. ആണോ? എല്ലാം കേൾക്കാം. നിങ്ങളുടെ എൻ്റെ ഉത്തരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ പിഴവിന് ക്ഷമ ചോദിക്കുന്നു. അത്രത്തോളം വിനയം അഭിനയിച്ചുകൊണ്ടുള്ള പ്രതികരണം. അപ്പോൾ WCC എന്ന സംഘടന വന്ന ശേഷം, WCC എന്ന സംഘടന നടത്തിയ ഇടപെടലുകൾക്ക് ശേഷം വന്നിരിക്കുന്ന അഭിനയമാണെങ്കിലും വന്നിരിക്കുന്ന മാറ്റമാണ് ആശ. അത് മനസ്സിലാക്കണം. ഇന്നത്തെ പ്രതികരണം ഭയന്നുകൊണ്ടുള്ള പ്രതികരണമാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം, ഇപ്പം WCCയെ ഈ പറയുന്ന 2019 ഇത് സമർപ്പിച്ച ശേഷം WCCയിലെ ചില അംഗങ്ങൾ, എന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ, അത് സർക്കാരും ബാക്കിയുള്ള സംഘടനകളും ഒരു തരത്തിൽ അവർക്കൊക്കെ ഇത് ഓൾറെഡി അറിയാം ഈ കാര്യങ്ങൾ, അത് എങ്ങനെയെങ്കിലും ഒന്ന് മറച്ചു വെച്ച്
എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നായിരുന്നോ അന്ന് ഇവർ ചിന്തിച്ചിരുന്നതെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. കാരണം അന്നത്തെ ഇവരുടെ ശരീരഭാഷ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്ന് വളരെ പ്രഗത്ഭനായ ഷാജി എൻ കരുൺ, അതുപോലെ പിന്നെ വിമൻസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ, ഇവരൊക്കെ ഇരുന്ന ഒരു വേദിയിൽ ആണ് മന്ത്രി പറഞ്ഞു എനിക്ക് 10 മിനിറ്റേ ഉള്ളൂ, പക്ഷേ ഇവരൊക്കെ പ്രഗത്ഭരെല്ലാവരും കൂടി ഈ കാര്യം പറയുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഗവൺമെന്റിന് ഉത്തരമില്ലാതെ ആയിരിക്കുന്നു. സിനിമ സംഘടനകൾ ആകെ ഇത് ഞങ്ങളുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയുന്നു. അപ്പോൾ ഈ ടാക്സ് പെയറുടെ മണി എന്ന് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഈ 2 കോടി രൂപ 1.5 കോടി രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഈ റിപ്പോർട്ട് ആരുടേതാണ്? ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആർക്കാണ് ആവശ്യം? അതോ ഇപ്പോഴിത് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണോ ആൾക്കാർ? അങ്ങനെയാണോ വി കെ സനോജ്? ആ റിപ്പോർട്ട് ഒന്ന് മുങ്ങിപ്പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണോ സർക്കാർ? കാരണം റിപ്പോർട്ട് പുറത്തുവിടും വരെ, ഹേമ കമ്മിറ്റി രൂപീകരണം വരെയുള്ള കാര്യത്തിൽ വളരെ അഭിമാനപൂർവ്വമുള്ള പ്രതികരണമാണ് നിങ്ങൾ ആവർത്തിച്ച് നടത്തുന്നത്. നോക്കൂ, രാജ്യത്താദ്യമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇതാ ഒരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് തന്നതിന് ശേഷം പിന്നെ മുഴുവൻ അങ്ങോട്ട് നിശബ്ദതയാണ്. ആ നിശബ്ദത 4.5 വർഷത്തോളം തുടർന്നു. ആ നിശബ്ദത ഭേദിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ടി വന്നു. 8 മാധ്യമപ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നു. അതിനുശേഷം പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ വിവരങ്ങളാണിപ്പോൾ. ആ റിപ്പോർട്ടിൽ പുറത്തുവിടാൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തുവിടാതെ മറച്ചു വെച്ചിരിക്കുന്ന ആർക്കു വേണ്ടിയാണെന്ന സംശയം വരികയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ അടങ്ങിയിട്ടുണ്ട്. ഈ കമ്മീഷൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത്? എന്തെങ്കിലും തരത്തിലുള്ള മറ്റേ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണോ? WCC ആവശ്യപ്പെട്ടിട്ട്. അതെ, WCC ആവശ്യപ്പെട്ടപ്പോൾ WCCയുടെ പരാതി, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഗവൺമെൻറ് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. വളരെ കൃത്യമായിട്ടും WCC കൊടുത്ത പരാതി അത് മുഖവിലക്കെടുത്ത് ഗവൺമെൻറ് വളരെ കൃത്യമായി അതിനകത്ത് ഒരു കമ്മിറ്റി വെക്കുകയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് വിഭാഗം കിട്ടുന്ന അവസരത്തിൽ തന്നെ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, ആ റിപ്പോർട്ട് പുറത്ത് കൊടുക്കരുതെന്ന് ആരാ പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനമാണോ? സെന്ററിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമാണോ? വി കെ സനോജ് ഒന്ന് ഇടപെട്ട് പറയുകയാണ്, ഇതൊരു കമ്മിറ്റിയാണ്. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു അങ്ങനെ നിരാശപ്പെടരുത്. അങ്ങനെയൊന്നും നിരാശപ്പെട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ചോദ്യം ചോദിക്കുകയാണ്. സനോജ്, ഒറ്റ സെക്കൻഡ്. ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി ഇല്ലെന്നേ. കമ്മിറ്റിക്ക് ഒരു റോളുമില്ല. പിന്നെ സർക്കാരാണ് അതിന്റെ അധികാരി. നിങ്ങൾ പിന്നെയും കമ്മിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് പറയുകയാണ്. കമ്മിറ്റി ഇല്ല, അവസാനിച്ചു. ആ കമ്മിറ്റി ഒറ്റ മിനിറ്റ് കഴിഞ്ഞില്ല. സനോജ്, ഒറ്റ മിനിറ്റ്. കമ്മിറ്റി അവസാനിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച് 50ാമത്തെ ദിവസം ഹേമ കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ ഒരു കത്ത് നൽകുന്നു. ആ കത്ത് ഇതിലെ കോൺഫിഡൻഷ്യാലിറ്റി സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് നൽകുന്നു. പക്ഷേ അതിൽ കൃത്യമായി പറയുന്നുണ്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ടുള്ള നടപടികളെന്ന്. അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതിന്മേൽ ഒന്നും ചെയ്യരുത് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞു. ഇതിങ്ങനെ ആവർത്തിക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമയെ കൊണ്ട് കത്തെഴുതിപ്പിച്ചതാണോ എന്ന് പോലും സംശയമുണ്ട്. വി കെ സനോജ്, 50ാമത്തെ ദിവസം റിപ്പോർട്ട് നൽകി. 50ാമത്തെ ദിവസം കമ്മിറ്റിയല്ല, ജസ്റ്റിസ് ഹേമ എന്തിന് കത്ത് നൽകി? നിങ്ങൾ ആവശ്യപ്പെട്ട കത്ത് വരുത്തിക്കുകയായിരുന്നു എന്ന സംശയം കൂടിയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പല സംശയം തോന്നും. നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ഇപ്പം ദൂരീകരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ ചില താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ പല സംശയങ്ങളും ഇതേ ഫ്ലോറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ പിന്നീട് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, എന്നെ പറയാൻ അനുവദിക്കണം, ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നാണ് നിങ്ങളിപ്പം ആരോപിക്കുന്നത്. മറ്റൊരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നിങ്ങൾ ഉന്നയിച്ചത്, ഇന്ന് ഇപ്പം പുറത്ത് വിട്ട റിപ്പോർട്ടിനകത്തു നിന്നും കുറേ ഭാഗങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് അതും കൊടുത്തില്ല, അതും പൂഴ്ത്തിവെച്ചു എന്നാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് ഈ കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് ഏതെങ്കിലും ഭാഗം ചില ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞു. പേജ് നമ്പർ എത്രയാ? 47 അതെ, അത് ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് പൂഴ്ത്തിവെച്ചത്. നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ എങ്ങനെയാണ് ആരോപിക്കുന്നത്? ഗവൺമെൻറ് ആണോ ഇത് ഉത്തരവിട്ടത്? ഗവൺമെൻറ് മന്ത്രി എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ആരുടെ അവകാശമായിരുന്നു അത് കൊടുക്കേണ്ടത്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് പ്രകാരം ആ വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ അയാളുടെ വ്യക്തിപരമായ ചുമതല കൂടിയാണ്.
നാളെ ഏതെങ്കിലും ഒരു നടി എൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ആ വിവരാവകാശ ഓഫീസറായിരിക്കും ആ കാര്യങ്ങൾ നേടേണ്ടി വരിക. അപ്പോൾ ആ ഉത്തരവിനകത്ത് വളരെ കൃത്യമായും പറയുന്നുണ്ട്, ഞങ്ങൾ പാസ്സാക്കിയ നിയമമല്ല, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് നിയമോദരൻ പ്രതികരിച്ചത്. അപ്പോൾ ആ ഉത്തരവിനനുസരിച്ച് മാത്രമേ ആ ഉദ്യോഗസ്ഥൻ പെരുമാറിയിട്ടുള്ളൂ. അങ്ങനെയുള്ള അയാളുടെ വിവേചന അധികാരം അയാൾ ഉപയോഗപ്പെടുത്തിയതിനെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ടിട്ട് നിങ്ങളിപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറേ ഭാഗങ്ങൾ മറച്ചു വെച്ചു, കുറേ ഭാഗങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത നിങ്ങളിങ്ങനെ രാവിലെ മുതൽ തെറ്റെന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കൂ സനോജ്. ഞാൻ പറയാം, നിങ്ങളല്ലേ വാർത്ത ബ്രേക്ക് ചെയ്തത്. നിങ്ങൾ ജനങ്ങളോട് പറയണം, സംസ്ഥാന ഗവൺമെൻറ് ആ ഭാഗം, നിങ്ങൾ ഈ പറഞ്ഞ ഭാഗം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? കോടതി ആരോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? വി കെ സനോജ്, സീൽ വെച്ച കവറിൽ SBIയോട് ആവശ്യപ്പെടുകയാണോ ചെയ്തിരിക്കുന്നത്, സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അല്ല, ഈ റിപ്പോർട്ട് ആരാണ് കൊടുക്കേണ്ടത്? താങ്കൾ ഈ സാങ്കേതികത്വം പറയരുത് ഇവിടെ. അല്ലല്ല വി കെ സനോജ്, നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി രൂപീകരിക്കും വരെ അതിന്റെ പിതൃത്വം സർക്കാരിനാണ്. ഹേമ കമ്മിറ്റി രൂപീകരിക്കും വരെ അതിന്റെ അഭിമാനം നിങ്ങൾക്കാണ്. പിന്നീട് അങ്ങോട്ട് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. സജി ചെറിയാൻ പത്രസമ്മേളനം വിളിച്ചിട്ടാണോ ഈ റിപ്പോർട്ട് കൊടുത്തത്? ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് കൊടുത്തത് എന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന്റെ വിവരാവകാശ ഓഫീസർക്ക് കൊടുത്ത ഉത്തരവിൽ പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണമായി വായിച്ചു നോക്കിയിട്ട് ഒഴിവാക്കാൻ പറഞ്ഞ ഭാഗമല്ല വി കെ സനോജ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം പറയാൻ അനുവദിക്കൂ. അല്ലല്ല, അങ്ങനെ പറയല്ല. ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഭാഗം കൂടാതെ നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞാൽ അതിനകത്ത് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ വായിച്ചു നോക്കുന്നു, ആ വിവരാവകാശ ഓഫീസർ, അതിനകത്ത് ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് അയാളുടെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തൽ സർക്കാർ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ടാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു. തെളിവുകൾ പുറത്തു വരികയാണല്ലോ ഓരോ ഘട്ടത്തിലും. സനോജ് ഒരു മിനിറ്റ്, താങ്കൾ പറയുന്നത് വാദത്തിലെടുക്കാമെങ്കിൽ 96-ാം ഖണ്ഡിക 2 പേജുകളിലായുണ്ട്. ഇതിൽ 96-ാം ഖണ്ഡികയുടെ 49-ാം പേജിലെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത്. 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ ഉൾപ്പെട്ട വിവരം പുറത്തുവിടാം, അതിൽ നിയമവിരുദ്ധതയില്ല. ഇതാണ് കമ്മീഷൻ പറഞ്ഞത്. ഇനി 45 പേജ് 49 മുതൽ 53 വരെ പേജിലെ 11 ഖണ്ഡികൾ പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലില്ല. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അതായത് 49-ാം പേജിലെ 97 മുതൽ 53-ാം പേജിലെ 108 വരെയുള്ള ഖണ്ഡികളുടെ വിവരം പുറത്തു വിടാം. SBIO വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇനി അഥവാ താങ്കൾ പറയുന്നത് പോലെ SBIക്ക് ഇതിൽ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ അത് ഈ ഇന്ന പാരഗ്രാഫുകൾ ഞങ്ങൾ ഒഴിവാക്കുന്നു ഇന്ന കാരണം കൊണ്ട് എന്ന് എഴുതി തരണം. ആർക്ക്? വിവരാവകാശ കമ്മീഷനെ സമീപിച്ചവർ. ഞങ്ങളുടെ പ്രതിനിധികളടക്കം ഒരു മിനിറ്റ് പറയട്ടെ. ഞങ്ങളുടെ പ്രതിനിധി റോഷിപാലിനടക്കം കിട്ടിയ റിപ്പോർട്ടിൽ അങ്ങനെ വിവരങ്ങളില്ല. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗമാണ് കളഞ്ഞതെന്ന് കൂടി പറയണം. സനോജ് 96-ാം ഖണ്ഡികയിൽ എന്താണുള്ളത്? മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു. ഈ ഭാഗത്തിന് ശേഷമുള്ള ഭാഗം കളയണമെങ്കിൽ അതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് സംശയിക്കാം സനോജ്. ഇല്ലെങ്കിൽ അത് വ്യക്തമായ മറുപടി പറയട്ടെ. നിങ്ങൾ ഇടയിൽ കയറി പറഞ്ഞു. നമ്മൾ തർക്കം ഇപ്പം നിങ്ങൾ പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ വീണ്ടും പൂഴ്ത്തിവെച്ചു എന്നതാണല്ലോ തർക്കം. എന്തുകൊണ്ടാണ് ആ കൊടുത്ത റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ മാറ്റിയത് എന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനോ മന്ത്രിക്കോ ആ കാര്യങ്ങൾ മാറ്റിയതിൽ യാതൊരു പങ്കുമില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. അത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ കൊടുത്ത ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കേണ്ട ബാധ്യത വ്യക്തിപരമായ ബാധ്യതയാണ് ഈ ഓഫീസറുടേത്. ആ ഓഫീസറോട് ആ ഉത്തരവിൽ പറയുന്നു, നിങ്ങൾ ആ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗം വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നു.
വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് അനുസരിക്കേണ്ട ബാധ്യത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ വിവരാവകാശ ഓഫീസർക്കുണ്ട്. അതുപ്രകാരം അയാൾ ആ കാര്യങ്ങൾ ചെയ്തു. ഇനി ചോദിച്ച ആളുകൾക്ക് ചില ഭാഗങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പീൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശമുണ്ട്. അപ്പീൽ കൊടുത്തോളൂ. ഇതിനകത്ത് സർക്കാർ എവിടെയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്? അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സർക്കാർ അതിനകത്ത് ഇടപെട്ടു എന്ന് നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇടപെട്ടതിന്റെ എന്തെങ്കിലും തെളിവുകൾ പുറത്തു വരില്ലല്ലോ സനോജ്. ആദ്യം മുതലുള്ള തെളിവ് പറയാം. റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുന്നു. റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് മാധ്യമപ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ സമീപിക്കുമ്പോഴും വിവരാവകാശ കമ്മീഷനും വിവരങ്ങൾ കൊടുക്കുന്നതിൽ സർക്കാർ മടിക്കുന്നു. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ കണ്ണുരുട്ടുന്നു, വാളെടുക്കുന്നു. അതിനുശേഷം റിപ്പോർട്ട് കൊടുക്കുന്നു. ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൊടുക്കുന്നു. ശരി, സ്വകാര്യത മാനിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാമെന്ന് വിവരാവകാശ കമ്മീഷൻ തീരുമാനിക്കുന്നു. പിന്നീട് ഹൈക്കോടതി പറയുന്നു ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന്. ആ ഉത്തരവ് അവിടെ നിലനിൽക്കെ ബാക്കി വരുന്ന ഹർജികളിൽ എന്തെങ്കിലും ഒന്ന് പറയട്ടെ എന്ന് കാത്തുകൊണ്ട് ഇവിടെ വലിയ ക്ഷമയോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടാതെ കാത്തിരിക്കുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. ആർക്കാണിത്ര ധൃതി, ആർക്കാണിത്ര വെപ്രാളം എന്ന് ചോദിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് നമ്മളിവിടെ കണ്ടത്. സംശയിക്കില്ലേ സനോജ്? സംശയിക്കില്ലേ? കോൺഗ്രസിന് സംശയമുണ്ടോ? രാജു പി നായർ, കോൺഗ്രസിന് സംശയമുണ്ടോ? SBIക്കാണ് മുഴുവൻ ഉത്തരവാദിത്തം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി ഉത്തരവാദിത്തം SBIക്കാണ്. അതായത് ഇവിടുത്തെ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇനി സർക്കാരിനില്ലത്രേ. സ്മൃതി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൻ്റെ ഒരു മീറ്റു മൂവ്മെൻ്റാണ്. മീറ്റു മൂവ്മെൻറ്റ് നമുക്കറിയാം. 2017 ഹാർവി വെയിൻസ്റ്റണിനെതിരായിട്ട് ഹോളിവുഡിൽ ഉയർന്നു വന്ന ആരോപണത്തെ തുടർന്നാണ്. ആ ആരോപണത്തെ തുടർന്ന് ഒട്ടേറെ ആരോപണങ്ങൾ പുറത്തേക്ക് വന്നു. അത് പ്രകാരം പല ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം വരും, ക്രിമിനൽ കേസ് നേരിടുന്ന സാഹചര്യം വന്നു. അത് ഹോളിവുഡ് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തേക്ക്, കോർപ്പറേറ്റ് രംഗത്തേക്ക്, ജുഡീഷ്യറിയിലേക്ക് മുതൽ മുഴുവൻ മാധ്യമ രംഗത്തേക്ക് എല്ലാം ആ ആരോപണങ്ങൾ ചെന്നു. ഈ ലോകം മുഴുവൻ അതിനോട് സ്ത്രീക്കൊപ്പം നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചു. ഇന്ത്യയിൽ പോലും നമുക്കറിയാം, ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് MJ അക്ബർ ഉണ്ടായിരുന്നു, അതുകൂടാണ്ട് തരുൺ തേജ്പാൽ ഉൾപ്പെടെ ഇതിനകത്ത് പ്രതികളായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ അത്തരത്തിലൊരു മീറ്റു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇത് സിനിമാ രംഗത്ത് മാത്രമല്ല, പീഡനങ്ങളും സ്ത്രീവിരുദ്ധതയും ഈ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇവിടെ മീറ്റു മൂവ്മെൻറ്റിനേക്കാൾ വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. അതെന്താ? സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റി, ആ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയിൽ ആ രംഗത്തുള്ള സ്ത്രീകൾ കടന്നു വന്ന് അവർക്ക് നേരിട്ടിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളെ സംബന്ധിച്ചും ഉൾപ്പെടെ മറ്റ് പല വിഷയങ്ങളുണ്ട്. നമ്മൾ ഇതിനകത്ത് മാത്രം ഒതുങ്ങിപ്പോകുന്നത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും? അതിലേക്ക് ആരോപണങ്ങൾ ഉണ്ടാവുന്നു, തെളിവുകൾ വരുന്നു. ഈ തെളിവുകളെല്ലാം വന്നതിനു ശേഷം സർക്കാരിന് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ സമൂഹത്തിലുള്ള സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ഇത് ഈ രംഗത്ത് മാത്രമല്ല, ഒരു ശുദ്ധീകരണം കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നൈതികമായൊരു നിലപാടെടുക്കാമായിരുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ LDF സർക്കാർ, ഇടതുപക്ഷമെന്ന് ഞാൻ വിളിക്കില്ല, LDF സർക്കാർ ആ സ്ത്രീവിരുദ്ധതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് നീതി നിഷേധം നടത്തുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നിയമപരമായ കാര്യം ആസിഫ് അലി സാർ ഇവിടെ സൂചിപ്പിച്ചു. ഇത്രയും പേരിലോട്ട് ഞാൻ അതിനകത്തേക്ക് വീണ്ടും കടക്കുന്നില്ല. പക്ഷെ നോക്കൂ, ഇന്ന് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പേരിൽ നടപടി എടുക്കാതെ ഇരിക്കാൻ വേണ്ടി സർക്കാർ പറയുന്ന മുഴുവൻ വാദങ്ങളും നാളെ ഒരു പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിനെതിരെ. കാരണം എന്താ? ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിൽ പറഞ്ഞു, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അതിനകത്തുള്ള സർവൈവറുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ മാർഗനിർദ്ദേശങ്ങൾ പരിഹരിക്കണം. ശ്രുതി, ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലും ഈ രാജ്യത്തിലും രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ ലൈംഗികാതിക്രമ കേസിൽ ആ നിയമമാണല്ലോ പാലിക്കപ്പെടുന്നത്. ഇരകളായവർക്ക് നമുക്കിന്നും ആരാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിയെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളിരുന്ന് പറയുന്നത് അതിജീവിത എന്നാണ്. എന്താ കാരണം അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പം രാജ്യത്ത് വ്യവസ്ഥാപിതമായ ആ നിയമമുള്ളപ്പോൾ ആ നിയമത്തിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ഇന്ന് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ നാളെ ഒരു സ്ത്രീപീഡന കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? രജിസ്റ്റർ ചെയ്യുന്നുള്ള മറ്റൊരു വിഷയം. പക്ഷേ ആശയപരമായി ഒന്ന് നോക്കൂ, ഇത്രമാത്രം ഈ സ്ത്രീവിരുദ്ധതയുടെ കൂടെ എന്തിനു നിൽക്കുന്നു സർക്കാർ? ഇപ്പോൾ സനോജ് പറയുന്ന വാദങ്ങളൊക്കെ വളരെ വലിയ വാദങ്ങളാണ്.
സാംസ്കാരിക വകുപ്പിൻ്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കീഴെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 4.5 വർഷക്കാലം ഈ റിപ്പോർട്ട് എടുത്ത് അടയിൽ വെച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്രയും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ മേലെ അടയിരുന്നത് എന്തിനാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ വാദങ്ങളൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് നിന്ന് PIO ആണ് ഇതിനകത്തുള്ള മുഴുവൻ ഇത് എഡിറ്റ് ചെയ്തത് PIOയുടെ ഓഫീസിലായിരിക്കില്ല. കൊല്ലത്തും പത്തനാപുരത്തും തൃശ്ശൂരും ഉൾപ്പെടുന്ന സ്റ്റുഡിയോകളിൽ എഡിറ്റ് ചെയ്ത റിപ്പോർട്ടാണിത്. കാരണം ഈ സർക്കാരിന് സംരക്ഷിക്കപ്പെടേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാരെയാണ്. നോക്കൂ, ഇപ്പോൾ ഈ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട സർക്കാർ കൈയൊപ്പിച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന രഞ്ജിത്തിനെതിരെ ആരോപണം വന്നു. ഈ നിമിഷം വരെ ഇത്ര മണിക്കൂറായല്ലോ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയേണ്ട ഒരു സർക്കാരാണ്. LDF ആണല്ലോ, ഇടതുപക്ഷം എന്നാണല്ലോ ഇവരെ തന്നെ വിളിക്കുന്നത്. ആ സർക്കാർ ഈ നിമിഷം വരെ ആ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, മാറാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, പാർവതി തിരുവോത്ത് പറഞ്ഞ ഞങ്ങളെ ആക്രമിച്ചവരുടെ ഒപ്പം പോയിട്ട് ഞങ്ങൾ ഇരകൾ പോയിരിക്കണമെന്ന ചോദ്യത്തിന്റെ പ്രസക്തി ഇന്ന് ഈ രഞ്ജിത്തിനെതിരുണ്ടായ ആരോപണത്തോടെ ഏറ്റവും ശക്തമായ വാക്കായി മാറുകയല്ലേ? ആ പാർവതി തിരുവോത്തിനെ പ്രതിരോധിക്കാൻ ആരാ വന്നത്? 2 മന്ത്രിമാർ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഇതിനകത്ത് പ്രതിരോധിച്ച ആർജവത്തോടു കൂടി സംസാരിച്ച ഇപ്പൊ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ചില സ്ത്രീകൾ എടുത്ത ആർജവമാണ് ഇന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അല്ലാതെ സർക്കാരിന്റെ യാതൊരു വിധത്തിലുള്ള ഇച്ഛാശക്തിയുടെയും ഫലമൊന്നുമല്ല. സർക്കാർ സ്വയം അങ്ങോട്ട് പോയി പഠിച്ചേക്കാം, കുറെ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാൽ പഠിച്ചേക്കാൻ വിചാരിച്ചൊന്നുമല്ല. നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷം നടന്ന വലിയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് സ്ത്രീകൾ ആർജവത്തോടു കൂടി തങ്ങളുടെ കരിയർ പോലും പണയം വെച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സർക്കാർ പറയുന്ന വാദങ്ങൾ മുഴുവൻ ആ അതിജീവിതയോടും അതിനെതിരെ അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ട് നിന്ന സ്ത്രീ സമൂഹത്തോടും കാണിക്കുന്ന നീതികേടല്ലേ, നീതി നിഷേധമല്ലേ? നിങ്ങൾക്ക് ഇടതുപക്ഷം പറയാൻ കഴിയുന്നു? നിങ്ങൾ തീവ്ര വലതുപക്ഷമായിട്ട് മാറിക്കുന്നു. നിങ്ങൾക്ക് സ്ത്രീപക്ഷമില്ല. നിങ്ങൾ വേട്ടക്കാരോടൊപ്പമാണ്. നിങ്ങൾ മുഴുവൻ വേട്ടക്കാരെ ബലാത്സംഗികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. സംരക്ഷിക്കുന്ന സർക്കാർ. അൻവർ സാത്തോട് പോയി ചോദിച്ചാൽ മതി. ആലുവയിൽ ആടെ കൂടിയായിരുന്നു സെൽഫി എന്ന് കാണിച്ചു തരണോ? വല്ലാതെ ആവേശം കൊള്ളല്ലേ രാജു പി നായരെ? വല്ലാതെ ആവേശം കൊള്ളല്ല കേട്ടോ. അതിനേക്കാൾ ബാലുശ്ശേരിയിൽ മത്സരിച്ച രാജു പി നായർ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ബാലുശ്ശേരിയിൽ മത്സരിച്ച ആൾക്ക് വേണ്ടിയിട്ട് രാജു പി നായർ പോയി പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. അയാളെ നിലത്ത് കിടക്കുന്നതുകൊണ്ട് ഇയാൾ കിടക്കയിൽ കിടക്കില്ല മത്സരിപ്പിച്ചിന്. അതുകൊണ്ട് വലിയ ധാർമ്മികത ക്ലാസ് എടുക്കണ്ട. രാജു പി നായർ ധാർമ്മികത ക്ലാസ് ഒന്നും വേണ്ട. രാജു പി നായർ ധാർമ്മികത ക്ലാസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷമാണോ തീവ്ര വലതുപക്ഷമാണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. മര്യാദകേടാണ് ഞങ്ങൾ പറയുന്നത്. മര്യാദകേടായി പറയുന്നത് മര്യാദകേടാണ്. എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. പറഞ്ഞതാണ് മര്യാദകേട്. സംരക്ഷിച്ചതും സ്വാഭാവികമായി പ്രതിപക്ഷത്തിനെതിരെ അവരുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് പ്രതിക്കൊപ്പം നടിയാക്രമിച്ച പ്രതിക്കൊപ്പം കോൺഗ്രസ് നേതാക്കൾ സെൽഫി എടുക്കാൻ കാണിച്ച താല്പര്യം, അതിന് കാണിച്ച ഒരു താല്പര്യം, സെൽഫി എടുത്ത ദൃശ്യങ്ങൾ, അതായത് ഒരു വനിതാ MP പോലും ഈ പ്രതിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന നിങ്ങൾക്കെതിരായ ആരോപണമാണ്. സ്മൃതി, ഞാൻ അതിനേക്കാൾ നല്ലൊരു കാര്യം പറയാം. CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ CKP പത്മനാഭന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പറ. സിനിമയിലെ പ്രശ്നങ്ങൾ പറ. എന്താ പറഞ്ഞത്? സിനിമയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത്. സിനിമയിലെ പ്രശ്നങ്ങൾ പറ. അതുപോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെറുതെ പറയിപ്പിക്കണ്ട. സനോജ്, ഇപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി പറയുന്നതിനൊപ്പം പൊതുസമൂഹത്തോട് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒരു സെൽഫിയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ആരോപണം ഉയർന്നുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ശ്രീ VK സനോജ്,
കെ സനോജ്, ഇല്ല, പ്രതിപക്ഷത്തിന്റെ ഒരു സെൽഫിയിൽ നിങ്ങൾക്ക് ഉത്തരമായി നിങ്ങൾ ഒരു വലിയ ആയുധമായി രംഗത്തെത്തിയെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്കുള്ള ചോദ്യമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട് സനോജ്. ഇല്ല, പ്രതിപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാം, പക്ഷേ സർക്കാരിനോടുള്ള ചോദ്യം, നിങ്ങളാണല്ലോ ഭരിക്കുന്നത്, ഭരിക്കുന്നവർക്ക് ഈ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനുള്ള ആത്മാർത്ഥത എന്ത് എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് അത് സ്പർശിക്കാനേ താല്പര്യമില്ല എന്ന മട്ടിൽ അറച്ചറച്ച് മാറ്റി വെക്കുന്ന പ്രതികരണം WCCക്ക് തോന്നുകയാണെന്നേ. ആശാച്ചി പറഞ്ഞില്ലേ ഒരു മിനിറ്റ്. ദിവ്യ ഗോപിനാഥ് ഇപ്പോൾ ചർച്ചയിൽ പ്രതികരിക്കാൻ. ഞാൻ വരാം, സനോജിലേക്ക് വരാം. ദിവ്യ, ഇന്ന് AMMA സംഘടനയുടെ പ്രതികരണം കണ്ടല്ലോ. മലയാള സിനിമാ മേഖലയിൽ പീഡനമുണ്ട് എന്നുള്ള കാര്യം ഞെട്ടിക്കുന്ന വാർത്തയാണ്. AMMA സംഘടനയ്ക്ക് അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അതും ഞെട്ടിക്കുന്നതാണ് AMMA സംഘടനയ്ക്ക്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ഞങ്ങളുടെ ഒരുപാട് സ്ത്രീകളുടെ, നമ്മളുടെ തൊഴിലിടത്തിന്റെ നീതിബോധം നമുക്കുള്ള ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് വന്ന് സംസാരിച്ച് ഇത്രയും കാലമെടുത്ത് നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് തന്നെ പറയണം. നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവുകയാണ്. ലൈക്ക് നമ്മളുടെ ഒരു തൊഴിലിടത്തിൽ വളരെ നോർമലൈസ് ചെയ്ത് നമുക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഏതൊരു തൊഴിലിടത്തെ പോലെയും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരേ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകൾ അവരുടെ കരിയറും അവരുടെ ലൈവ്ലിഹുഡും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ട് സ്ട്രെങ്തോടുകൂടി നിന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് ഇതെന്ന് വിശ്വസിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വീകരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഞാനിപ്പോൾ News 18 സംസാരിച്ചിട്ട് വരികയായിരുന്നു. അവിടെ AMMAയുടെ ഒരു മെമ്പറും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആക്ച്വലി ഒരു ഹേമ കമ്മിറ്റിയെ പോലെ ഒരു ജഡ്ജും ഒരു IAS ഓഫീസറും ഒരു ഫിലിമിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിനൊക്കെ മുമ്പിൽ പോയി നമ്മൾ വിശ്വസിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടില്ല എന്നുള്ള രീതിയിൽ അത്രയും നമ്മുടെ ഡിഗ്നിറ്റിയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തെ പോരായ്മകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് ഏതൊരു തൊഴിലിടത്തെ പോലെയും ആളുകൾക്ക് ഞാൻ സിനിമയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി ഞങ്ങൾ എടുത്ത ഒരു എഫേർട്ടിനെ അദ്ദേഹം പറഞ്ഞത് ഇതിൽ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് പ്രണയവും സെക്ഷൽ റിലേഷൻഷിപ്സും ഒക്കെ ആളുകൾ തമ്മിൽ ഉണ്ടാകും, അതിനെ നമ്മൾക്ക് പിന്നീട് വരുമ്പോൾ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വാദത്തിലേക്കാണ് അദ്ദേഹം പോയത്. അപ്പോൾ അത്തരം സില്ലി ആയിട്ടുള്ള ചിന്താഗതികൾ തന്നെയാണ് ഇന്നത്തെ അവരുടെ പ്രസ് മീറ്റിലും നമുക്ക് കാണാൻ ഇടയുണ്ടായത്. അപ്പോൾ ആ പ്രസ് മീറ്റിൽ അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2006 കാലഘട്ടത്താണ് ഒരു പരാതി, ആറിലുണ്ടായ ഒരു പരാതി 2017 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഒരു പരാതി പോലും സംഭവിച്ചിട്ടില്ല, അവർക്ക് വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇന്നും എൻ്റെ മെയിലിൽ AMMA എന്ന് പറഞ്ഞ സംഘടനയുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് എൻ്റെ കംപ്ലൈന്റ് പോയതും അവർക്കത് കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ എത്ര പരാതികൾ, ഷമ്മി തിലകന്റെ അടക്കം പരാതികൾ അവിടെ പൂഴ്ത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാനില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രതികരണം. അതെ, ആ വ്യക്തി അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ഉൾക്കൊള്ളുന്ന ഒരു സംഘടന അത്തരത്തിലുള്ള അത്തരം ഒരു പരാതി കിട്ടുമ്പോൾ അദ്ദേഹത്തിനോട് എന്താണ് ഇതിനെക്കുറിച്ച് ചോദിച്ചതെന്ന് അറിയാൻ പരാതിക്കാരി എന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട്. അത്തരം ചോദ്യങ്ങളും അത്തരം നടപടികളും ആ അസോസിയേഷന്റെ പക്കൽ നിന്നുണ്ടായിരുന്നെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് പോലുള്ള വലിയൊരു വേദിയിൽ വന്ന് ആ വലിയ പ്രസ്റ്റീജിയസ് പ്രതിമ അദ്ദേഹം പിടിച്ചുകൊണ്ട് വളരെ ഓക്വേർഡായിട്ട് സ്ത്രീകളുടെ ശരീരത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോലും ഒന്ന് ചിന്തിച്ചേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും അത്തരം നടപടികൾ അത്തരം അസോസിയേഷനുകളിൽ നിന്ന് എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത്തരം സംസാരങ്ങൾ അത്രയും വലിയൊരു വേദിയിൽ സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവ്യ, പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു രീതി ശ്രദ്ധിച്ചല്ലോ അല്ലേ? സിദ്ദിഖിന്റെ ഒക്കെ ഒരു ശരീരഭാഷയും സംസാരിക്കുന്ന ടോണും ഒക്കെ ശ്രദ്ധിച്ചല്ലോ. ഭയങ്കര വിനയമാണ്, മൊത്തത്തിൽ നിഷ്കളങ്കതയുമാണ്. അതെ, അവരറിയുന്നില്ല
ഇത്തരം കാര്യങ്ങൾ അവർക്ക് ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ ബോധ്യവാന്മാരല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഇതിനെ ഓരോ ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 27 അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ WCCയുടെ ഒരു മെമ്പറാണ് ഞാൻ. പക്ഷെ ഇന്ന് വരെ ഞാൻ അവിടെ ഒരു 8-9 മീറ്റിങ്ങിന് പോയപ്പോൾ 1-2 മീറ്റിങ്ങിനാണ് ഇത്രയും ഉത്തരവാദിത്തോടുകൂടി ഈ വർക്ക് പ്ലേസിനെ കാണുന്നു എന്ന് അവർ പറയുമ്പോഴും 1-2 മീറ്റിങ്ങിനാണ് അവരുടെ മെമ്പേഴ്സ് അതിനകത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിലെന്താ നടക്കുന്നത് നോക്കിയിട്ടുള്ളത്. അവരുടെ ഉത്തരവാദിത്തം അതിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദിവ്യ, ഈ AMMA സംഘടനയിൽ അംഗമാണോ? അല്ല, ഇറങ്ങിപ്പോയവരിൽ ഒരാളാണ്. ഇല്ല, ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല AMMA. ഞാൻ സിനിമാ കളക്ടീവിന്റെ മെമ്പറാണ്. അതിന് മെമ്പർഷിപ്പ് എടുക്കാനുള്ളൊരു സാമ്പത്തികമോ മാനസികമോ ആയിട്ടുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 5 ലക്ഷം കൊടുക്കണം, എന്നിട്ട് റാൻ മൂളുകയും വേണം. അല്ല, അതാണല്ലോ നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ, ഇപ്പോൾ സർക്കാരിൽ എന്താണ് പ്രതീക്ഷ? ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, റിപ്പോർട്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള, അതായത് വിവരാവകാശ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ പൂർത്തിവെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളതെന്നാണ്. അതിന് മുന്നിലെ പാരഗ്രാഫ് പറയുന്നത് അവിടെ പ്രശസ്തരായ ആളുകൾ നടത്തിയ ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള 11 ഖണ്ഡികകളാണ് ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തുവിട്ടിരിക്കുന്നത്. എന്താണ് സർക്കാരിലുള്ള പ്രതീക്ഷ? സർക്കാർ പറയുന്നത് ഞങ്ങൾക്കൊരു റോളുമില്ല എന്നാണ്. ഇനി ഒരു റോളുമില്ലാത്ത സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇനി പ്രതീക്ഷ? സർക്കാരിലാണ് നമ്മുടെ പ്രതീക്ഷയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ത്രീകൾ നമ്മുടെ കരിയറും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ സർക്കാർ നിയമിച്ചൊരു കമ്മിറ്റിയുടെ മുമ്പിൽ പോയി നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള ധൈര്യത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ എലിമിനേറ്റ് ചെയ്യപ്പെട്ട പേപ്പറിനെ കുറിച്ച് എനിക്കറിയില്ല. അതിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മളോട് എല്ലാവരോടും ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിനെ കുറിച്ച് ധാരണക്കുറവുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. ശരി, അത് അറിയാത്തത് കൊണ്ടാണ്. ശരി, വളരെ നന്ദി ദിവ്യ ഗോപിനാഥ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ രാജു പി നായർ, താങ്കൾക്ക് പറയുന്നത് തുടരാം, പക്ഷേ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് ഇതിപ്പോൾ ഒരു പോര് എന്ന മട്ടിലല്ല, ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന എന്ന മട്ടിൽ വേണം ഈ ചർച്ച നടത്താൻ. സ്മൃതി, ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ രഞ്ജിത്തിൻ്റെ സംഭവമാണ് ഞാൻ പറഞ്ഞത്, ഇല്ലേ? അതേപോലെ തന്നെ ഈ വാതിലിൽ മുട്ടുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് സർക്കാർ ആരോടൊപ്പം നിൽക്കുന്നു? ഇതല്ല പ്രശ്നം. വാതിലിൽ രാത്രി വന്ന് മുട്ടുന്നവരെയും പുറകിൽ നിന്ന് അനുമതിയില്ലാതെ കെട്ടിപ്പിടിക്കുന്നവരെയും ബലാത്സംഗം നടത്തുന്നവരെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ആരെയാണ് സർക്കാരിന് സംരക്ഷിക്കേണ്ടത്? ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് 4.5 വർഷക്കാലമായിട്ട് ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് നടന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ സീരീസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ, വോയിസ് മെസ്സേജ് ഉൾപ്പെടെ, മറ്റ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ തെളിവുകൾ അതിനകത്തുണ്ട്. ആ തെളിവുകൾ മുഴുവൻ കിട്ടിയിട്ട് ഇത്രയും വലിയ കുറ്റകൃത്യത്തിൻ്റെ ഒരു പരമ്പര നടക്കുന്ന നാട്ടിൽ ഒരു നടപടി എടുക്കാതിരിക്കാൻ ഏത് സർക്കാരിന് സാധിക്കും? ഏത് സർക്കാരിന് സാധിക്കും? അതിനുശേഷം ആ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. ഇതിനെ മറിഞ്ഞു കടന്നുകൊണ്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വെട്ടിമാറ്റുകയാണ്. എന്നിട്ട് പീഡകരിൽ ഒരാളെ കൊണ്ട് കോൺക്ലേവ് നടത്താൻ പോയി. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ സിനിമയുടെ നയം രൂപീകരിക്കലാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? നമ്മുടെ സഹോദരികൾ ഈ നാട്ടിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർ വീണ്ടും വന്ന് പരാതി കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ റിപ്പോർട്ട് വന്ന് അവർ ഡിപ്പോസ് ചെയ്തതല്ലേ പരാതി? അവർ ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് ഡിപ്പോസ് ചെയ്തു. സ്മൃതി, ഞാൻ ചോദിക്കട്ടെ, നാളെ സിനിമയിൽ നിന്ന് വേണ്ട, ഈ സംസ്ഥാനത്ത്, ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ ഈ റിപ്പോർട്ടിൻ്റെ സർക്കാരിൻ്റെ നടപടിക്രമം കാണുന്ന ഒരാൾ ഇനി പോയിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുമോ? ഈ സർക്കാരിന് ആവശ്യം അതാണ്. ഈ സർക്കാരിന് ആവശ്യം സ്ത്രീ സമൂഹത്തെ അടിച്ചിരുത്തുക എന്നുള്ളതാണ്. അവൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് അവൾ മിണ്ടരുത്. അവരുടെ പാർട്ടിക്കകത്തും ഇത് തന്നെയാണ് നയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പേരുണ്ടല്ലോ, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അതിൽ ആരോപണ വിധേയൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ്, അവിടെ ഓഫീസിലിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾ നേരിടുന്നവരാണ് ഇന്ന് ആ പാർട്ടിക്കകത്ത് മുഴുവൻ ഉള്ളത്. അപ്പോൾ ഇവരുടെ നിരന്തരമായ രീതി ഈ സ്ത്രീകളുടെ ശബ്ദത്തെ അടിച്ചിരുത്തുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്ത ബോധമുള്ള, നീതിബോധമുള്ള ഒരു സർക്കാരിന് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായത് ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് വിദണ്ഡവാദങ്ങൾ പറയല്ലേ?
ഒരു ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നടക്കുന്ന റേപ്പ് കേസുകളും മറ്റ് ലൈംഗികാധിക്യ കേസുകളും എല്ലാം അന്വേഷിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ആ വാദം വെച്ചുകൊണ്ട് ഇവരുടെ ഇനാക്ഷനെ, ഒന്നും നടപടിയും ചെയ്യാതിരുന്ന ഈ ഇനാക്ഷനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അപ്പൊ ഇവർക്ക് ന്യായീകരിക്കുക എന്നുള്ളതും ഇവർക്ക് ഇവരുടെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്മൃതി ഒരു 10 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ആരോപണ വിധേയരായവർക്ക് മാത്രമാണോ ഇതിനകത്ത് പ്രശ്നം? ആ ഒരു മുഴുവൻ സമൂഹവും ഇന്ന് ആരോപണത്തിന് നിലനിൽക്കല്ലേ? എന്തുകൊണ്ട് മമ്മൂട്ടി ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് മോഹൻലാൽ ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റു നടന്മാർ സംസാരിക്കുന്നില്ല? ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? മമ്മൂട്ടിക്കൊക്കെ വന്ന് പറയാലോ, ഈ നടന്നത് തെറ്റാണ്, ഇതിൽ നടപടി ഉണ്ടാവണം. മോഹൻലാലിന് പറയാമല്ലോ, അവരുടെ ഫാൻസിനെ കൊണ്ട് തെറി വിളിപ്പിക്കുകയല്ല, മറിച്ച് ഇത് അംഗീകരിക്കുകയും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതിന് ആ സ്ത്രീക്ക്, എൻ്റെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഒരല്പമെങ്കിലും ചിന്തയുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങുമെന്നത് പറയുമായിരുന്നു. അല്ലെങ്കിൽ അവരെല്ലാം ഈ ലൈംഗിക അതിക്രമണ കേസുകളിൽ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അവർക്കും ഈ സമൂഹത്തിനും പിഴവ് എന്നാണ് സർക്കാർ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെയെങ്കിൽ SPIക്കെതിരെ ഒരു നടപടിയാണോ സർക്കാരിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത്? SPI ഒന്നല്ല. ഞാൻ ആദ്യം അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ സ്വകാര്യത എന്ന് പറയുന്നത് ആരുടെ അവകാശമാണ്? അതിജീവിതയുടെ, വിക്ടിംസിന്റെ അവകാശമാണ്. ഈ വിക്ടിംസിന്റെ സ്വകാര്യത സൂക്ഷിക്കണമെന്ന് ആരും പറയണ്ട. ഇന്ത്യൻ പീനൽ കോഡിലെ 228A, അത് 1983 നമ്മുടെ നിയമ സംഹിതയിൽ വന്ന ഒരു വിഷയമാണ്. അങ്ങനെ ആരെങ്കിലും, മുഖ്യമന്ത്രി നാളെ ഈ പേര് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ കേസാണ്. ഇൻഫർമേഷൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് വിക്ടിംസിന്റെ പേര് പുറത്തു പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കേസാണ്. ഇവിടെ ഈ വാദങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഈ പ്രതികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ നിയമപരിരക്ഷയില്ല. പ്രതികൾക്ക് പ്രതിക്കൂട്ടിൽ, പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഭരണഘടന ഉറപ്പു നൽകിയിരിക്കുന്ന പല അവകാശങ്ങളെ സംബന്ധിച്ചും റെസ്ട്രിക്ഷൻ ഉണ്ട്. നിങ്ങളറിയുമോ, പുതിയ ന്യായ സംഹിതയിൽ റേപ്പ് കേസിലെ പ്രതിയെ കയ്യാമ വെക്കണമെന്ന് ആദ്യമായി നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത 42(3). അപ്പൊ പ്രതിസ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ പേര് പറയുന്നത് മുഖ്യമന്ത്രിക്കും കഴിയില്ല, ഗവൺമെന്റിനും കഴിയില്ല. അത് മറച്ചു വെക്കാൻ അവർക്ക് അവകാശമില്ല. അത് പുറത്ത് പറഞ്ഞേ തീരൂ. ശരി സനോജ്, സമയക്കുറവുള്ളതുകൊണ്ട് സനോജ് മറുപടി നൽകാം. ഇതിൽ പോക്സോ കേസ് ആരോപണങ്ങൾ അടക്കമുണ്ട്. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൽ ഗേൾസ് എന്ന് കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട്. ഗേൾസിന്റെ ഏജ് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പുറത്തു വന്ന വെളിപ്പെടുത്തലുണ്ട്. അതിൽ തൻ്റെ 14-ാം വയസ്സിലാണ് ഈ തരത്തിൽ ഒരു അനുഭവം തനിക്കുണ്ടായതെന്ന് ഒരു ഗായിക വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോക്സോ കേസുകൾ അടക്കമുണ്ട്. പോക്സോ കേസിൽ പരാതി വേണ്ട എന്ന് താങ്കൾക്കറിയാമല്ലോ. പരാതി നൽകിയാൽ മാത്രം നടപടി, അതുവരെ ഞങ്ങൾക്ക് റോളില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ എന്ത് ധൈര്യമാണ്, എന്ത് രീതിയിലുള്ള അന്തസ്സാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്? ഇവിടെ ഇതിപ്പോൾ ഒരു ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽപ്പെടുത്തിയിട്ട് പരസ്പര ആരോപണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവിടെ എന്താ ഉണ്ടായ പ്രശ്നങ്ങൾ? WCCയുടെ പരാതിയെ തുടർന്നാണല്ലോ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഞാനത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം കേസുകളും ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാജു പി നായരുടെ പാർട്ടി ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് അതിനകത്ത് ശക്തമായ ഒരു ഇടപെടൽ നടത്തിയത്. സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ കമ്മിറ്റിയെ വെക്കാതിരിക്കാനല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സർക്കാർ ഈ റിപ്പോർട്ടൊക്കെ പൂഴ്ത്തി, സർക്കാർ ഈ പീഡനവീരന്മാരൊക്കെ സംരക്ഷിക്കുന്നു എന്നാണ് ഒരു പൊതുബോധം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. സംസ്ഥാന സർക്കാരിന് മുന്നിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കേസിനകത്ത് സർക്കാർ എന്തെങ്കിലും അലംഭാവം കാണിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ രാജു പി നായരോട് ചൂണ്ടിക്കാണിച്ചത്, നേരത്തെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ജയിലിൽ കിടന്ന ഒരു പ്രതിയുടെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ആഘോഷിച്ചവർ രാജു പി നായരുടെ പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇവർ പരാതി കൊടുക്കാത്തത്? ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ റിപ്പോർട്ടിനകത്ത് നിങ്ങൾ പറയുന്നു, റിപ്പോർട്ടിനകത്ത് ഇന്ന ആളുകളുടെ പേരുണ്ട് എന്ന്. പേരുകൾ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവാം, ഇല്ലാതിരിക്കാം.
എവിടെ വെച്ച് നടന്നു എന്നോ ആര് പീഡിപ്പിച്ചു എന്നോ ആരെ പീഡിപ്പിച്ചു എന്നും ഇതിനകത്ത് കിട്ടിയ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി താങ്കൾ പറയൂ, എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? സംസ്ഥാന സർക്കാരിന് നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇനി സംസ്ഥാന സർക്കാർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പൂർണ്ണമായി പറഞ്ഞില്ലല്ലോ. ഹൈക്കോടതി 10-ാം തീയതി ആ കേസ് എടുക്കാൻ ഇരിക്കല്ലേ. കോടതി ചോദിച്ചത് ഒരു മിനിറ്റ് സനോജ്, കോടതിയുടെ വാചകം ഇതാണ് സനോജ്. അതിനകത്തൊന്നും അന്തിമമായ വിധി വന്നിട്ടില്ല. കോടതിയുടെ വാചകം ഇതാണ്, അന്തിമമായി സർക്കാരിന് കേസ് എടുത്തുകൂടെ? ആദ്യത്തെ ചോദ്യമാണല്ലോ, ആദ്യത്തെ ദിവസമാണല്ലോ. ആ ദിവസം പോലും കോടതി പറയുകയാണ് ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ഇവർക്ക് പരാതി പറയാൻ കഴിയില്ല. നിങ്ങൾ എന്താ ആളെ തെറ്റിദ്ധരിപ്പിക്കില്ല. സർക്കാരിനുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ കൃത്യമായും AG മുഖാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ വാദം നടക്കാനിരിക്കുകയാണ്. അതിന് കയറിയിട്ട് സ്മൃതി അങ്ങ് വിധി പ്രഖ്യാപിക്കല്ല. അല്ല, കോടതിയിലേക്ക് വരാനാണെങ്കിൽ സർക്കാരിന്റെ റോൾ എന്താണ് സനോജ്? അതാ പറഞ്ഞത്, ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഞങ്ങൾക്കൊരു ഭയമില്ല. കോടതി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ വളരെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗങ്ങൾ പറയും. സർക്കാർ ഇത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സർക്കാരിന് ഇപ്പൊ കേസ് എടുക്കണമെങ്കിൽ നിയമപരമായി ചില തടസ്സങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി നേരിട്ടങ്ങ് പറയുകയല്ല. അത് കൃത്യമായിട്ട് സർക്കാർ നിയമോപദേശം തേടിയിട്ടും സർക്കാരിന്റെ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുമാണ് സർക്കാർ അങ്ങനെയുള്ള ഹേമ കമ്മിറ്റിയുടെ ശുപാർശയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഹേമ കമ്മിറ്റിയുടെ ശുപാർശ ഇല്ലാതെ മാത്രമല്ല, ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ തന്നെ ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിയമം അറിയാത്ത ഒരാളല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഹേമ ആ കമ്മിറ്റി പറയണ്ടേ ഇങ്ങനെ ഇന്ന സംഭവങ്ങൾ ഉണ്ട്. ജസ്റ്റിസ് ഹേമ എന്തുകൊണ്ടാ പേര് പറയാതിരുന്നത്? നിങ്ങളെന്താ ആ ചോദ്യം ചോദിക്കാത്തത്? ജസ്റ്റിസ് ഹേമയുടെ മുന്നിൽ ഇന്ന ആളുകൾ പീഡിപ്പിക്കപ്പെട്ടു, എന്നെ ഇന്ന ആൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമയല്ലേ അതിനകത്ത് ഒന്നാം സാക്ഷിയായി നിൽക്കേണ്ടത്. അവരല്ലേ ആ പേര് രാജ്യത്തെ നിയമം എന്താണ്? ഇരകളുടെ പേര് പറയുമോ? ഇരകളുടെ പേര് പറയാമോ? വേട്ടക്കാരന്റെ പേര് പറയണ്ടേ? വേട്ടക്കാരന്റെ പേര് പറയണ്ടേ സ്മൃതി? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. അതാ പറഞ്ഞത്. സർക്കാർ മുമ്പിലുള്ള അറിവ് വെച്ചിട്ടല്ലേ സർക്കാർ ഇടപെടുക. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം, പൊതുസമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം സങ്കല്പിക്കുകയാണ്. നിങ്ങൾ സങ്കല്പിച്ചിട്ട് എന്തുകൊണ്ട് കേസ് എടുത്തിട്ടില്ല, എന്തുകൊണ്ട് കേസ് എടുത്തിട്ടില്ല, ഇത് നിയമവിരുദ്ധമാണ് എന്നെല്ലാം നിങ്ങൾ അങ്ങ് സമർപ്പിച്ചിട്ടില്ല എന്ന ചോദ്യം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കോടതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. കോടതി അന്തിമമായിട്ട് ആ കാര്യത്തിൽ വിധി പറഞ്ഞിട്ടില്ല. 1,56,000 രൂപയ്ക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഇവർക്ക് ഇങ്ങനെ കോടതിയിലേക്കും പോലീസിലേക്കും പോയാൽ മതിയായിരുന്നല്ലോ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സിനിമാ മേഖലയിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സ്മൃതി. വലിയ ആക്ഷേപത്തോടെ കോൺക്ലേവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഷാജി എൻ കരുണിനെ ചെയർമാനാക്കിയിട്ട് സിനിമാ മേഖലയിൽ ഒരു നയം കൊണ്ടുവരാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനം തയ്യാറാവുകയാണ്. രഞ്ജിത്തുമുണ്ട് സംഘാടകനായി. നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? കോൺക്ലേവിൽ ആരൊക്കെ പങ്കെടുക്കുന്ന സ്മൃതിയാണോ തീരുമാനിക്കുന്നത്? കോൺക്ലേവ് അത് പറയട്ടെ. കോൺക്ലേവ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെതായ സംവിധാനമുണ്ട്. സ്മൃതി ഇപ്പൊ പറയുന്നു കോൺക്ലേവിൽ ഇന്ന ആളുകളാണ് പങ്കെടുക്കുക, കോൺക്ലേവിൽ വേട്ടക്കാരാണ് വന്നിരിക്കുക എന്നൊക്കെ നിങ്ങൾ അങ്ങ് വ്യാഖ്യാനിച്ചിട്ടങ്ങ് പ്രചരിപ്പിക്കല്ലേ. എല്ലാവരും എന്ന് പറഞ്ഞാൽ സിനിമക്കാരെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞതിന്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് സ്മൃതി എങ്ങനെയാണെങ്കിൽ വ്യാഖ്യാനിക്കുക? വ്യാഖ്യാനിക്കാൻ ഇടവരുത്തണ്ട. നിങ്ങൾക്കൊരു വ്യക്തത തരാമല്ലോ. എത്ര ദിവസമായില്ലേ ഒരു വ്യക്തതയുണ്ടോ? അതിലൊന്നും ഒരു വ്യക്തത ഉണ്ടാക്കുന്നത്.
ആ കോൺക്ലേവിന്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മലയാള സിനിമാ മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ച് സമഗ്രമായി പഠിക്കാനും വിലയിരുത്താനും സർക്കാരിൻ്റെതായ സമയവും സംവിധാനമുണ്ട്. അതിനകത്ത് ഒരു കാര്യമാണ് ഒരു കോൺക്ലേവ് നടത്തിയിട്ട് കാര്യങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളത്. അതൊരു നയം രൂപീകരിക്കാനാണ്. രാജീവൻ കരുണിനെ പോലുള്ള മുതിർന്ന ഒരാളെ അതിന് ചെയർമാനാക്കി വെച്ചിട്ടുണ്ട്. ചർച്ചയാണ്. നയം രൂപീകരിക്കാനുള്ള ശുപാർശയൊക്കെ എത്തിയിട്ട് കാലങ്ങളായി. WCC ഒരു ശുപാർശ നൽകി, ഹേമ കമ്മിറ്റി ഒരു ശുപാർശ നൽകി. എന്നാ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നാ നിങ്ങൾ പറയുന്നത്? ഈ 4.5 വർഷത്തിന് മുൻപ് തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയ ഉടനെ നടപടി എടുക്കണമായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ സിനിമാ നയം രൂപീകരിക്കാൻ ഒരു സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളൂ. സിനിമാ നയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേരള സർക്കാരിനോട് വിരോധമുണ്ട്, അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചേക്ക്. അതൊക്കെ നിങ്ങൾ പ്രകടിപ്പിച്ചോ. അല്ലല്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. WCCക്ക് മനസ്സിലായത് എന്താണെന്ന് ഇപ്പോൾ താങ്കൾ കണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ബോധ്യപ്പെടുത്തൂ. കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാത്രമാണെന്ന് ആശയ്ക്കൊരു അവസരം കൊടുക്കൂ സനോജ്. ആശയ്ക്കൊരു അവസരം കൊടുക്കാമോ? അതായത് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതല്ല. വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഈ ഞങ്ങൾ സ്ത്രീകൾക്ക് ഈ ഒരു തൊഴിലിടം കാണാൻ പോലും വളരെ ദൂരെയായിരിക്കുന്ന സ്ത്രീകൾക്ക് ഇവിടുത്തെ 2 തരം അഭിപ്രായങ്ങളും മനസ്സിലാകുന്നില്ല. ബേസിക്കലി വളരെ ക്രിമിനൽ വാസനയുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ ആ തൊഴിലിടത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ പോലും ഇരിക്കുന്ന ഒരു വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് കുറേ നാൾ മുമ്പ് കിട്ടിയിട്ട് അതായത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇവിടെയുള്ള യഥാർത്ഥത്തിൽ ഡെമോക്രസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജനപ്രതിനിധികളുടെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് പോലും പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ? ഇപ്പൊ വേറെ ആരും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ? യഥാർത്ഥത്തിൽ ഈ നിയമനിർമ്മാണം നടത്തുക എന്നൊക്കെ പറയുന്നത് ഈ 3-4 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും കോൺക്ലേവ് നടത്തി വീണ്ടും വേറെ എന്തോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നിയമനിർമ്മാണത്തിന് ഇതൊന്നും ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരു സ്റ്റഡി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്ര ഗുരുതരമാണെങ്കിൽ അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയും അപ്പോൾ തന്നെ മുന്നോട്ട് പോവുകയും അല്ലേ ചെയ്യേണ്ടത്? ഇത് എൻ്റെ ഒരു വളരെ എളിയ സംശയമാണ്. ഇത്രയും വർഷം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വീണ്ടും ഈ പറയുന്ന ആൾക്കാരോട് മുഴുവൻ എന്തിനാണ് ആലോചിക്കേണ്ടത്? നോക്കാം. നമുക്ക് സമയം കുറവ് മൂലം ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ദിവസങ്ങളിൽ ഈ വിഷയം തന്നെ നിൽക്കുമെന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. വളരെ നന്ദി. രാജു പി നായർ, VK സനോജ്, ഡോക്ടർ ആശ ആച്ചി, അഡ്വക്കേറ്റ് ടി അസഫലി, ദിവ്യ ഗോപിനാഥ് ചർച്ചയിൽ പങ്കെടുത്തതിന്.